അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അത് നിഷേധിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന രോഗികൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാം. നമുക്ക് ആ ഒരു ഓട്ടോണമസ് സംവിധാനം കൊണ്ടുവന്നാൽ കൂടി മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. പൂഴ്ത്തി വയ്ക്കേണ്ടപ്പെടേണ്ടതല്ല ഈ പറയുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ. അവരുടെ വൈദഗ്ധ്യം നിറഞ്ഞുകൊണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ അവരവതരിപ്പിക്കുമ്പോൾ അതിൽ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കേണ്ട ചുമതലയും ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് സതുദ്ദേശത്തോടെയാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്നും ഇത്തരം പ്രതികാര നടപടികൾ നിസ്വാർത്ഥമായി ജനസേവനം നടത്തുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മവീര്യത്തെ ഇല്ലാതാക്കും എന്നുമാണ് IMAയുടെ പ്രതികരണം. ഇതേക്കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പമുള്ളത് IMA തിരുവനന്തപുരം പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്താണ്. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, ഈ മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നതിനെ എങ്ങനെയാണ് IMA നോക്കിക്കാണുന്നത്? ഡോക്ടർ ഹാരിസ് യൂറോളജി HOD നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം IMA തിരുവനന്തപുരം മെമ്പറാണ്. അതായത് IMA എന്ന് പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ ഒരു സംഘടനയാണ്, ഒരു അസോസിയേഷനാണ്, കൂട്ടായ്മയാണ്. അതിൽ തിരുവനന്തപുരത്തെ 5915 മെമ്പർമാരിൽ ഒരു മെമ്പറാണ് ഡോക്ടർ ഹാരിസ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ KGMCT എന്നൊരു സംഘടന, സർവീസ് സംഘടനയുണ്ട്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഡോക്ടർമാർക്ക് വേണ്ടി KGMOA എന്ന് പറയുന്ന സർവീസ് സംഘടനയുണ്ട്. പക്ഷേ IMA എന്ന് പറയുമ്പോൾ ഈ KGMCTയിലും KGMOയിലും ഉള്ള മെമ്പർമാരെല്ലാം IMAയിലെ മെമ്പർമാരാണ്. സർവീസ് സംഘടനകൾക്ക് കുറച്ച് പരിമിതികളുണ്ട്. നമ്മൾ KSR റൂൾ പ്രകാരം നോക്കിയാലും എല്ലാം നമുക്കൊരു പരിമിതികൾ കാണാം. അപ്പോൾ അത് ഡോക്ടർ ഹാരിസ് ആയിക്കോട്ടെ, മറ്റാരും ആയിക്കോട്ടെ, നമ്മുടെ സംഘടനയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധതയോടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനൊരു മനോവിഷമം വരരുത്. അപ്പം അതും ഈ പറയുന്ന നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടിയാകുമ്പോൾ അപ്പം അത് മുൻനിർത്തി അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും IMA തിരുവനന്തപുരം ബ്രാഞ്ച് നിർബന്ധമായിട്ടും നൽകും. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചതുപോലെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരുടെ ശസ്ത്രക്രിയകൾ മുടങ്ങി, ഉപകരണങ്ങൾ പിരിവിട്ട് വാങ്ങി എന്നിവയെല്ലാം ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹാരിസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിവെക്കുന്നതാണ് റിപ്പോർട്ട്. എന്നിട്ടും ഡോക്ടർ ഹാരിസിനോട് പകപോക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? റിപ്പോർട്ട് വ്യക്തിപരമായി ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ അത് അന്വേഷണം നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു സർവീസിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ മുറയ്ക്ക് തന്നെ പോകട്ടെ. അതിലൊന്നും IMA എതിരല്ല. അത് പ്രസിഡൻസ് അങ്ങനെ തന്നെ ആകണം. എന്നിരുന്നാൽ തെറ്റ് ചെയ്ത ആൾ മാത്രമേ ശിക്ഷിക്കപ്പെടാവൂ. അപ്പോൾ ജനനന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന, ജനപിന്തുണയോടെ നിൽക്കുന്ന ഒരു ഡോക്ടർ, അതും നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർഷകാലമായി നിൽക്കുന്ന ഒരു ഡോക്ടർ, യാതൊരു കറ പോലും അദ്ദേഹത്തിൽ പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡോക്ടർ മാനസികമായി സംഘർഷം അനുഭവിച്ചാൽ അത് കണ്ടു നിൽക്കാൻ IMAക്ക് സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഉപകരണ ഭാഗം കാണാതായി എന്ന റിപ്പോർട്ടിലെ ഒരു വരി പരാമർശം മാത്രമെടുത്താണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത്. ഹാരിസിനെ ഒരു മോഷ്ടാവാക്കി കൊടുക്കാനുള്ള ശ്രമം നടന്നു എന്ന് സംശയിക്കണം. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മന്ത്രി നടത്തിയത് ഈ ജനസമക്ഷത്തിൽ എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. അതിന് ക്ലാരിഫിക്കേഷനും മന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് അതിൻ്റെ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരെയും ഒറ്റപ്പെടുത്താനോ ആരെയും മാനസികമായി വിഷമിപ്പിക്കാനോ ആർക്കും യാതൊരു അധികാരവുമില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാർ എന്നാണ് ഈ ഒരു വിവാദമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഏതാണ് ആ സിസ്റ്റം? അതിൻ്റെ തകരാർ പരിഹരിക്കാൻ കഴിയില്ലേ? കാലാകാലങ്ങളായി നമ്മൾ സിസ്റ്റത്തിൻ്റെ കുറ്റം പറയുന്നു. സിസ്റ്റത്തിന് എന്താണ് വേണ്ടത്? സിസ്റ്റത്തിന് വേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജ് സംബന്ധിച്ചാണെങ്കിൽ രോഗികൾക്ക് വേണ്ട അത്യാവശ്യമായ ഒരു കെയർ, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഗവേഷണങ്ങളും മറ്റു കാര്യങ്ങളും, പിന്നെ ഈ പറയുന്ന രോഗികൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാം. നമുക്ക് ആ ഒരു ഓട്ടോണമസ് സംവിധാനം കൊണ്ടുവന്നാൽ കൂടി മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പല പ്രാവശ്യവും പല ഗവൺമെൻറ്റുകളോടും പല വിദഗ്ധ സമിതികളും, ഇക്ബാൽ സമിതി ഉൾപ്പെടെ പറഞ്ഞിട്ടുകൂടെ, അല്ലെങ്കിൽ പറഞ്ഞതിന് ശേഷവും നമുക്ക് ഇത്തരം കാര്യങ്ങളിലോട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ആ ഒരു നേർവഴി ഒരിക്കലും ഏത് ഗവൺമെൻറ്റും ആയിക്കോട്ടെ അതിലോട്ടൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ സിസ്റ്റം ശരിയാകും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈവൻ ഡോക്ടർമാരുടെ ക്ഷാമമായാലും സ്റ്റാഫിൻ്റെ ക്ഷാമമായാലും എല്ലാം നമുക്ക് നേർവഴി നടത്താൻ വളരെയധികം പ്രയോജനപ്പെടും ഓട്ടോണമസ് സിസ്റ്റമാണെങ്കിൽ എന്നാണ് IMAയുടെ വീക്ഷണം. ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? ഇനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഒരു ഡോക്ടറും അവിടുത്തെ ദുസ്ഥിതിയെക്കുറിച്ച് മിണ്ടരുത് എന്നൊരു സൂചനയുണ്ടോ അതിൽ? ഇല്ല, അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ. ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ്, ഒരു ഷോക്കേഴ്സ് നോട്ടീസ് എന്ന് പറയുന്നത് ഒരു 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 നിങ്ങൾക്ക് കുറ്റം ചെയ്തു എന്നുള്ളതല്ല, അതൊരു വിശദീകരണം ആവശ്യപ്പെടുന്നതാണ്. അത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം. അതിപ്പോൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ഷോക്കേഴ്സ് നോട്ടീസ് കൊടുക്കുന്നത് ഒരിക്കലും അതൊരു സബോർഡിനേറ്റും മുകളിലൊരാളും തമ്മിലുള്ള ബന്ധം എന്ന് മാത്രമേ, അതിലുള്ള ഓഫീസ് ബന്ധം എന്ന് മാത്രമേ എനിക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. IMAയ്ക്കും അത്രയേ ഉള്ളൂ. ഷോക്കേഴ്സ് നോട്ടീസ് കൊടുത്തു എന്ന പേരിൽ ഇനി ആരും ശബ്ദിക്കരുത് എന്നുള്ള നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതുകൊണ്ട് മാത്രം കാര്യമായോ? വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന കാലാകാലങ്ങളിൽ വിദഗ്ധ സമിതികൾ നടത്തിയ പഠനങ്ങൾ ഒന്ന് ലോകമറിയണം. അതിൻ്റെ എന്താണ് വിശേഷം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പലപ്പോഴും ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആരോഗ്യ സംവിധാനങ്ങളിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് വ്യക്തമായി ധാരണയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നോ രണ്ടോ വാക്യങ്ങൾ പറഞ്ഞ് ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കുന്നത് ഒട്ടും ശരിയല്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ നട്ടൽ ഓരോ സർക്കാരുകളും കാണിക്കണം. ഞാൻ ഒരിക്കലും ഈ ഒരു സർക്കാരിനെ അല്ല, ഞാൻ ഓരോ സർക്കാരിൻ്റെ കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ എത്രയും വർഷത്തെ സർക്കാരുകൾ എടുത്തു കഴിഞ്ഞാൽ അവരാരും അതിനുള്ള ആ ഒരു മനോഭാവം കാണിച്ചിട്ടില്ല. പൂഴ്ത്തി വയ്ക്കേണ്ടപ്പെടേണ്ടതല്ല ഈ പറയുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ. അവരുടെ വൈദഗ്ധ്യം നിറഞ്ഞുകൊണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ അവരവതരിപ്പിക്കുമ്പോൾ അതിൽ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കേണ്ട ചുമതലയും ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. IMA ഇപ്പോൾ തന്നെ ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇനി എന്ത് തുടർ നടപടികളായിരിക്കും ഈ ഒരു വിഷയത്തിൽ IMA കൈക്കൊള്ളാൻ പോകുന്നത്? IMA എന്നും IMAയുടെ മെമ്പർമാർക്കൊപ്പമാണ്, ഡോക്ടർമാർക്കൊപ്പമാണ്. അസോസിയേഷനിൽ ചേർന്നിരിക്കുന്ന അസോസിയേഷൻ എന്നും മെമ്പർമാരൊപ്പമാണ്. നോക്കൂ, ഡോക്ടർ ഹാരിസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അത് നിഷേധിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലായ്പ്പോഴും IMA ഒരു ജനങ്ങളോടൊപ്പം നിന്ന് ശാസ്ത്രം പറയുന്ന ഒരു അസോസിയേഷൻ എന്ന നിലയിൽ ഡോക്ടർ ഹാരിസിനെ എന്നും നമ്മൾ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളും അതാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതിലെന്നും IMA കൂടെ കാണും, സപ്പോർട്ടും ചെയ്യും.
ഈ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ആരോഗ്യ സംവിധാനം പരാജയമാണോ? ഒരിക്കലുമില്ല. ആരോഗ്യ സംവിധാനം ഒരിക്കലും പരാജയമെന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളൊന്നും പരാജയമല്ല. പക്ഷേ കാലാകാലങ്ങളായി നമ്മൾ അതിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ, പഴയ ഒരു ട്രെൻഡ് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പണ്ട് ഓരോരുത്തർ അഭിനയിക്കുമ്പോൾ ഇടുന്ന ആ ഫാഷൻ ഡ്രസ്സ് തന്നെ ഇന്ന് ഉള്ള ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നടക്കില്ല. അന്നത്തെ കാലത്ത് നന്നായിരുന്നു. അപ്പോൾ കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കേരള മോഡൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ വരുത്തേണ്ടതുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് നിലനിന്ന് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളായ നോക്കൂ, തമിഴ്നാട് വളരെയധികം മുന്നോട്ട് പോയില്ലേ. കേരളത്തിന് മുകളിലാണ് ഇപ്പോൾ തമിഴ്നാട്. അത് നല്ലതാണ്, നടക്കട്ടെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇനിയും കീഴ്പോട്ട് പോകരുത്. അപ്പോൾ കേരള മോഡൽ അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് പരാജയം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ കാലാകാലങ്ങളായി വരുത്തേണ്ട മാറ്റങ്ങൾ ആ ഒരു സിസ്റ്റത്തിൽ വരുത്തില്ലെങ്കിൽ അതൊരു പരാജയത്തിലോട്ട് കുപ്പുകുത്താൻ സാധ്യതയുണ്ട്. നല്ല ഉദ്ദേശത്തോടെ കാര്യങ്ങൾ പറഞ്ഞ ഹാരിസിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി ഏതെങ്കിലും ഡോക്ടർമാർ പ്രതികരിക്കാൻ മുന്നോട്ട് വരുമോ? ഇത് ആരോഗ്യ മേഖലയ്ക്ക് ദോഷകരമല്ലേ ഇത്തരത്തിലുള്ള ഒരു പ്രവണത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ഇല്ല, അങ്ങനെയില്ല. അത് ഒരിക്കലും ആരും ഒരു ഡോക്ടർമാരെയും തടഞ്ഞിട്ടില്ലല്ലോ സത്യം പറയുന്നതിൽ. അപ്പം അതിൽ അങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞു, ജനങ്ങളത് ഏറ്റെടുത്തു. അതുപോലെ ഇനിയും ഹാരിസുമാർ വരുമായിരിക്കും. എന്തായാലും IMA സംബന്ധിച്ചാണെങ്കിൽ അവർക്കെല്ലാം സത്യസന്ധമായി പറയുന്ന കാര്യങ്ങൾക്കും ജനപിന്തുണയോട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും ആയ ഡോക്ടർമാർക്ക് എന്നും IMA കൂടെ ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസം അടിയന്തരമായി ഒഴിവാക്കണം, രോഗികളിൽ നിന്ന് പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി അവസാനിപ്പിക്കണം, പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ PSC ജീവനക്കാരെ നിയമിക്കണം, സൂപ്രണ്ടിന്റെ സാമ്പത്തിക അധികാരം വർദ്ധിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി അതൊന്നും മാധ്യമങ്ങളോട് പറഞ്ഞില്ല. വീഴ്ച മറയ്ക്കാനാണോ ആരോഗ്യമന്ത്രിയും സർക്കാരുമൊക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഇത് വീഴ്ച മറച്ചു വയ്ക്കുന്ന കാര്യമല്ല. ഇത് കാലാകാലങ്ങളായ സർക്കാരുകൾ, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകൾ ആരോഗ്യവകുപ്പിൽ നടപ്പിലാക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാ വിദഗ്ധ സമിതി റിപ്പോർട്ടുകളും IMA ഉൾപ്പെടെ വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ നമ്മുടെ പക്ഷമുണ്ട്. 2018 ഇറങ്ങിയ റിപ്പോർട്ടുകൾ നമുക്കുണ്ട്. മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റണം, അധികാരങ്ങൾ കൊടുക്കണം, സൂപ്രണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് അധികാരം കൊടുക്കണം, സാമ്പത്തികമായി കൈകാര്യം ചെയ്യേണ്ട ആ രീതികൾ വർദ്ധിപ്പിക്കണം, തുക വർദ്ധിപ്പിക്കണം, നമ്മുടെ മെഡിക്കൽ കരിക്കുലത്തിൽ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരങ്ങൾ നൽകണം, സാധനങ്ങൾ വാങ്ങിക്കാൻ പറയപ്പെടുന്ന റെഡ് ടേപ്പുകൾ, അതായത് ചുവന്ന നാടകളിൽ കുരുങ്ങിക്കൊണ്ട് ഒരു സാധനം വാങ്ങിക്കാൻ എടുക്കുന്ന കാലതാമസം, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റൈസേഷൻ എന്നല്ല എൻ്റെ അർത്ഥം. എല്ലാ വിദഗ്ധ സമിതികൾ നിങ്ങൾ നോക്കിയിരുന്നാലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്തോ ഈ കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ ഒരു കാരണവശാലും അത് കണ്ടെന്ന് പോലും ഭവിച്ചില്ല. മേ ബി മലയാളികളുടെ മനസ്സിൽ അതൊരു പ്രൈവറ്റൈസേഷൻ ആകുമോ എന്നൊരു പേടി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനെല്ലാം ഉത്തരം വരുന്ന കാലതാമസങ്ങൾ, വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് മേടിക്കാനുള്ള കാലതാമസങ്ങൾ, ഈ സാമ്പത്തികമായി ഉള്ള ബുദ്ധിമുട്ടുകൾ, ഈ രോഗികളുടെ നിന്ന് പിരിവ് മാത്രം എടുത്തുകൊണ്ട് നടത്തുന്ന കാര്യം, എല്ലാത്തിനും ഒരു അറുതി. കൂടാതെ മെഡിക്കൽ കരിക്കുലം 14 ഡിസ്ട്രിക്റ്റിൽ 14 മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. ഇനിയും മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാതെ ഉള്ള സ്പെഷ്യാലിറ്റികൾ എങ്ങനെ നമ്മൾ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കൂടാതെ ഓട്ടോണമസ് എല്ലാ മെഡിക്കൽ കോളേജുകളും, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട്, അങ്ങനെയുള്ള വലിയ സർക്കാർ സ്ഥാപനങ്ങൾ ഓട്ടോണമസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താവ് മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അവരുടെ ഗവേഷണങ്ങൾ വരും. ഇപ്പോൾ മെഡിക്കൽ കോളേജാണ്, അതൊരു മെഡിക്കൽ ആശുപത്രി എന്ന് നമ്മൾ കരുതുന്നതിലാണ് തെറ്റ്.
മറ്റ് പെരിഫറീസ് ഉള്ള ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ ഉള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അവയെ പോഷിപ്പിച്ചുകൊണ്ട്, അവർക്ക് മറ്റ് സ്പെഷ്യാലിറ്റികൾക്കുള്ള എല്ലാ അംഗീകാരങ്ങളും കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ധർമ്മം. മെഡിക്കൽ കോളേജുകളാകട്ടെ, അത് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളാണ്. അതൊരു എല്ലായിടത്തും റെഫർ ചെയ്ത് കൊണ്ടുവന്ന് എല്ലാവർക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടും ഭയങ്കര തള്ളും എല്ലാമായിട്ട് നടത്തേണ്ട ഒരു സ്ഥാപനമല്ല അവിടെ. അത് മാനസികമായി നമ്മുടെ മലയാളികൾക്ക് വരേണ്ട കുറച്ച് മാറ്റങ്ങളിലൊന്നാണ്. വിസ്മരിക്കപ്പെടരുത്. നമ്മുടെ ശ്രീമതി ടീച്ചറിൻ്റെ സമയത്താണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശ്രീമതി ടീച്ചർ ഹെൽത്ത് മിനിസ്റ്ററുമായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ആരോഗ്യ വകുപ്പിൽ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ വളരെയധികം മാറ്റങ്ങൾ വന്നത്. എന്തോ രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി വരുന്ന സർക്കാരുകൾ അതിൽ നിന്ന് മുന്നോട്ട് ഓട്ടോണമസ് രീതിയിലോട്ടൊന്നും കൈകാര്യം ചെയ്യാത്തതിൽ പിഴവായിരിക്കണം ഇന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള കാലതാമസവും ചുവന്ന നാടയിൽ കുരുങ്ങി ഓരോ ജീവിതങ്ങൾ ഇങ്ങനെ പന്താടുകയും ചെയ്യപ്പെടേണ്ടി വരുന്നത്.